നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ പ്രീ ബർത്ത്ഡേ വ്ളോഗായിരിക്കും. പ്രീ ബർത്ത്ഡേ എന്നൊക്കെ പറയുവാൻ സാധനം അങ്ങനെയൊക്കെ പറയാം, പുതിയ വാക്ക് അങ്ങനെ പറയാൻ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് അലയിലേക്കാണ്. അലയിലേക്ക് ഇപ്പം എന്തായിരിക്കും ഇക്കാടെ ഉമ്മ ആരുടെയോ കയ്യിൽ എന്തോ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അവിടെ എത്തുമ്പോഴേ അറിയത്തുള്ളൂ. അങ്ങനെ ഫൈനലി ആളെയൊക്കെ കണ്ടുപിടിച്ച് സാധനമൊക്കെ വാങ്ങിച്ച് വണ്ടി കയറിയപ്പോൾ മാമി വിളിക്കും, തുറന്നു നോക്കിയപ്പോൾ എന്താ സംഭവം, എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് മാമിയുടെ മാമാരെ തുടർന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. പിന്നെ നമ്മളിനി അവിടെ നേരെ പോകുന്നത് അബുദാബിക്ക് തിരിച്ചു പോയിട്ട് ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നേ 2 കോഫി വാങ്ങിച്ചു, കാരണം ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പോൾ ഇന്ന് തിരിച്ചെത്തിയിട്ട് വേണം ഇക്കടെ പണി തുടങ്ങാൻ, കാരണം ഇക്കക്ക് സർപ്രൈസ് ചെയ്യണം എന്നെ. പക്ഷേ സർപ്രൈസ് ചെയ്യണമെങ്കിൽ എന്താകണം, എന്നെ ഒഴിവാക്കണം. പക്ഷേ എന്നെ ഒഴിവാക്കാൻ സ്ഥലമില്ലാത്ത കാരണം കൂടെ കൊണ്ട് കിടക്കുന്നതേ ഉള്ളൂ എന്ന്. ആ ഒരു വിഷമമാണ് മുഖത്ത് കാണുന്നത്. പക്ഷെ എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ ഫ്ലവർ മാത്രം എനിക്ക് നിർത്തുന്നു. ഭയങ്കര ഹാപ്പി ആയില്ല ഞാൻ. പിന്നെ നമ്മളൊന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ സുട്ടുവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അടുത്ത ഗിഫ്റ്റ്, ഇന്ന് ഫുള്ള് ഗിഫ്റ്റോട് ഗിഫ്റ്റ്. ഞാൻ സുട്ടു ഈ ഗിഫ്റ്റിന് എനിക്ക് തരൂ. അപ്പോൾ ഒരു നോട്ടം, ആ ഒരു നോട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. അവനെനിക്ക് പറയാനുള്ള എല്ലാം അവനോട് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നേരെ ഇറങ്ങി. അപ്പോൾ ഇതാണ് മാമിയുടെയും മാമാടെ ഗിഫ്റ്റ്. പിന്നെ ഇതാണ് നമ്മുടെ സൂട്ടുവിൻ്റെ ഗിഫ്റ്റ്, അതായത് അമ്മിങ്ങക്കയുടെ ജാസുത്താൻ്റെ ഗിഫ്റ്റ്. എല്ലാ ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കുന്ന ഗിഫ്റ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ലായിരുന്നു ഇക്കാല ഗിഫ്റ്റ് എനിക്ക് ഓരോ സമയത്ത് ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്താൽ എനിക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മൾ സച്ചുവിനെയൊക്കെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് സച്ചുവിനായിരിക്കും. അവൻ എൻ്റെ ഒരേ ഒരു അനിയനാണ്, നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. പിന്നെ ബാക്കിയുള്ള ഗിഫ്റ്റും കാര്യങ്ങളും വീഡിയോസൊക്കെ നമുക്കിത് നാളെ കാണാം.